Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. യൂട്യൂബർ ചെകുത്താൻ യൂട്യൂബറായിട്ടുള്ള ചെകുത്താൻ ഇൻ പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലായി ഫോർ എന്തിനാണ് കസ്റ്റഡിയിലായത്? ഫോർ ഡിഫേമറ്ററി എന്നാൽ അർത്ഥം അപമാനകരമായ, അപകീർത്തി വരുത്തുന്ന, മാനഹാനി വരുത്തുന്ന, അപകീർത്തിപ്പെടുത്തൽ, ഇതൊക്കെയാണ് അർത്ഥം. ഡിഫേമറ്ററി റിമാർക്ക് എന്നാൽ പ്രസ്താവന, പ്രസ്താവിക്കുക. ഡിഫേമറ്ററി റിമാർക്സ് അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. ആക്ടർ മോഹൻലാൽ, നടനായിട്ടുള്ള മോഹൻലാലിന് എതിരെയായിട്ട് വിവാദപരമായിട്ടുള്ള, അപകീർത്തിപ്പെടുത്തുന്ന, മാനഹാനി വരുത്തുന്ന പ്രസ്താവനകൾ ഈ യൂട്യൂബർ ചെകുത്താൻ പറഞ്ഞു. അതിനാണ് അദ്ദേഹം കസ്റ്റഡിയിലായത്. അജു അലക്സ്, പോപ്പുലർ യൂട്യൂബർ. പോപ്പുലർ എന്നാൽ പ്രശസ്തനായ യൂട്യൂബർ അജു അലക്സ്. നൗൺ ബൈ അറിയപ്പെടുന്നത് ദ മോണിക്കർ ചെകുത്താൻ. മോണിക്കർ എന്നാൽ വട്ടപ്പേര് എന്നാണ് അർത്ഥം, അപരനാമം. ഈ അപരനാമത്തിലാണ് അദ്ദേഹം, ഈ അജു അലക്സ് പ്രശസ്തനായിട്ടുള്ള യൂട്യൂബർ അറിയപ്പെടുന്നത്. ചെകുത്താൻ എന്നു പേരുള്ള ഈ അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിച്ച് അത്, ഈ ചെകുത്താൻ എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ടു ഡെവിൾ എന്നാൽ പിശാജ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഡെവിൾ. ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു പോലീസ് കസ്റ്റഡി. ഇദ്ദേഹം ഹാസ് ബീൻ ടേക്കൺ ഇൻ ടു പോലീസ് കസ്റ്റഡി, അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോളോവിങ് അതിനെ തുടർന്ന് എ കംപ്ലൈൻറ്റ് ഒരു പരാതി. എഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. ഹിം അദ്ദേഹത്തിന് എതിരായിട്ട് ഒരു പരാതി നൽകി. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഫോർ അലേജ്ഡ്ലി എന്നാൽ ആരോപിച്ചുകൊണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ളത് ആ പരാതിയിൽ? അബ്യൂസ് എന്നാൽ അപമാനിക്കുക, ശകാരിക്കുക. അപമാനിക്കുന്നു. വെറ്ററൻ എന്നാൽ അർത്ഥം അനുഭവ സമ്പത്തുള്ള, മുതിർന്ന, ഇതൊക്കെയാണ് അർത്ഥം. മുതിർന്ന, അനുഭവ സമ്പത്തുള്ള നടനായിട്ടുള്ള മോഹൻലാലിന് എതിരെയായിട്ട്, അദ്ദേഹത്തിനെതിരെ അപകീർത്തിപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉപയോഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദ കംപ്ലൈൻറ്റ് വാസ് ഫയൽഡ്. ഈ പരാതി നൽകപ്പെട്ടു ബൈ സിദ്ദീഖിനാൽ ഈ പരാതി നൽകപ്പെട്ടു. സിനിമാ നടൻ സിദ്ദീഖ് പരാതി നൽകി. ദ ജനറൽ സെക്രട്ടറി ഓഫ് ദി അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ്. ആ സംഘടനയുടെ പേര് അമ്മായി എന്നാണ്. ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖ് പരാതി നൽകി. ദ കോൺട്രവേഴ്സി എന്നാൽ വിവാദം. സ്റ്റെം എന്നാൽ അർത്ഥം ഉത്ഭവിക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ഉത്ഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വിവാദം ഉത്ഭവിക്കുന്നത് ഫ്രം മോഹൻലാലിൻ്റെ റീസെൻറ്റ് എന്നാൽ അടുത്തുള്ള, വിസിറ്റ് എന്നാൽ സന്ദർശനം, അടുത്ത കാലത്തുള്ള മോഹൻലാലിൻ്റെ സന്ദർശനം ടു ദ വയനാട് ലാൻഡ്സ്ലൈഡ് അഫക്റ്റഡ് ഏരിയ ഓൺ ഓഗസ്റ്റ് 3. അഫക്റ്റഡ് എന്നാൽ ബാധിച്ച, ലാൻഡ്സ്ലൈഡ് എന്നാൽ ഉരുൾപൊട്ടൽ. ഈ വിവാദം ഉത്ഭവിച്ചത് അതിൽ നിന്നാണ്. അടുത്ത കാലത്തായിട്ട് ഉരുൾപൊട്ടൽ ബാധിച്ച വയനാട് പ്രദേശത്ത് മോഹൻലാൽ ഓഗസ്റ്റ് 3 സന്ദർശനം നടത്തി. ആ സന്ദർശനത്തെ തുടർന്നാണ് ഈ വിവാദം ഉണ്ടായത്. സ്റ്റെം എന്നാൽ ഉത്ഭവിക്കുക. ദ ആക്ടർ ഹൂ ഹോൾഡ്സ് ദ ഓണററി ടൈറ്റിൽ എന്നാൽ അംഗീകാര മുദ്ര എന്നാണ് അർത്ഥം. ഇവിടെ സൈലൻ്റ് ആയിരിക്കും. ഓണററി എന്നാണ് വായിക്കുക. ലഫ്റ്റനൻറ്റ് കേണൽ ഇൻ ദ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി. ഈ നടനായിട്ടുള്ള മോഹൻലാൽ ഹൂ ഹോൾഡ്സ് അദ്ദേഹം കൈവശം വെക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആ ബഹുമതിയുണ്ട്. ദ ഓണററി ടൈറ്റിൽ ഓഫ് ലഫ്റ്റനൻറ്റ് കേണൽ ഇൻ ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി. ഇന്ത്യൻ ആർമിയിലെ ഈ പദവി കൈവശം വഹിക്കുന്ന ആളാണ് ഈ ആക്ടറായിട്ടുള്ള മോഹൻലാൽ. അദ്ദേഹം വാസ് ഡ്രസ്ഡ് വസ്ത്രമണിഞ്ഞു
ഇൻ ഹിസ് ആർമി യൂണിഫോം ഡൂറിങ് ദ വിസിറ്റ്. ഡൂറിങ് എന്നാൽ അതിനിടയിൽ, ഡൂറിങ് ദ വിസിറ്റ് സന്ദർശന സമയത്ത് അദ്ദേഹം ആർമി യൂണിഫോം ധരിച്ചു. ഈ പദവി വഹിക്കുന്ന നടനായിട്ടുള്ള മോഹൻലാൽ ആ സമയത്ത്, ഈ സന്ദർശനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ആർമി യൂണിഫോം ധരിച്ചിരുന്നു. അജു അലക്സ്, എ റെസിഡൻറ്റ് ഓഫ് തിരുവല്ല. റെസിഡൻ്റ് എന്നാൽ നിവാസി. തിരുവല്ല നിവാസിയായിട്ടുള്ള അജു അലക്സ് അപ്ലോഡഡ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ക്രിട്ടിസൈസിങ്, വിമർശിച്ചുകൊണ്ട് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് ഈ തിരുവല്ല നിവാസിയായിട്ടുള്ള അജു അലക്സ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട്. അക്യൂസിങ് ദ ആക്ടർ, അദ്ദേഹത്തെ ആരോപിക്കുന്നു ഓഫ് മിസ്യൂസിങ് ഹിസ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. മിസ്യൂസ് എന്നാൽ അർത്ഥം ദുരുപയോഗം എന്നാണ് അർത്ഥം. ദുരുപയോഗം ചെയ്യുക. ഇൻഫ്ലുവൻസ് എന്നാൽ സ്വാധീനം, അധികാരം. പവർ എന്നാലും അധികാരം എന്നാണ് അർത്ഥം. മോഹൻലാലിനെ ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിമർശനം നടത്തി ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. എന്താണ് അദ്ദേഹത്തിൻ്റെ നടനായിട്ടുള്ള മോഹൻലാലിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും അദ്ദേഹം മിസ്യൂസ് ചെയ്യുന്നു, അദ്ദേഹം ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് ഇത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് യൂട്യൂബറായിട്ടുള്ള അജു അലക്സ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇൻ ദ വീഡിയോ, ഈ വീഡിയോയിൽ അലക്സ് മോക്ക് എന്നാൽ അർത്ഥം നിന്ദിക്കുക എന്നാണ് അർത്ഥം. കളിയാക്കുക, അദ്ദേഹത്തെ കളിയാക്കുന്നു, മോഹൻലാലിനെ അദ്ദേഹം കളിയാക്കുന്നു. സജസ്റ്റിംഗ് ദാറ്റ്, നിർദ്ദേശിച്ചുകൊണ്ട്, അഭിപ്രായം പറഞ്ഞുകൊണ്ട്. ദാറ്റ് ദ ആക്ടർ വെയേഴ്സ്, നടൻ ധരിച്ചിട്ടുള്ളത് ഹിസ് ആർമി യൂണിഫോം, അദ്ദേഹത്തിൻ്റെ ആർമി യൂണിഫോം ആണ്. ഈവൻ എന്നാൽ പോലും എന്നാണ് അർത്ഥം. വെൻ ഗോയിങ് ടു ദ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പോലും അദ്ദേഹം ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആർമി യൂണിഫോം ആണ്. ഈ അഭിപ്രായം ഇതൊക്കെ പ്രസ്താവിച്ചുകൊണ്ടാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. ഇംപ്ലയിങ് ദാറ്റ്, ഇംപ്ലൈ എന്നാൽ കുറിക്കുക, അർത്ഥമാക്കുക, സൂചിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി വാസ് യൂസിങ് ഹിസ് മിലിറ്ററി ടൈറ്റിൽ ഫോർ പബ്ലിസിറ്റി, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി ടൈറ്റിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്, പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് ഈ അലക്സ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ദ പോലീസ് ഹാവ് ചാർജ് എന്നാൽ കേസെടുക്കുക എന്നുള്ള അർത്ഥമാണ്, കുറ്റം ചാർത്തുക. പോലീസ് ഹാവ് ചാർജ്ഡ് അജു അലക്സ് അണ്ടർ മൾട്ടിപ്പിൾ സെക്ഷൻസ്. മൾട്ടിപ്പിൾ എന്നാൽ ഒരുപാട് സെക്ഷനുകൾ അനുസരിച്ച് അത് പ്രകാരം പോലീസ് അജു അലക്സിനെതിരായിട്ട് കേസ് എടുത്തു. ഇൻക്ലൂഡിംഗ് എന്നാൽ അടക്കം. IPC 192 and 296 ആസ് വെൽ ആസ്, കൂടാതെ ദ കേരള പോലീസ് ആക്ട് 120, ഈ പ്രകാരവും ഈ IPC പ്രകാരമുള്ള ഈ കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തു. ദീസ് ചാർജ്, ഈ കുറ്റകൃത്യങ്ങൾ, മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ കുറ്റകൃത്യങ്ങൾ, ഈ വകുപ്പുകൾ റിലേറ്റ് ടു, ബന്ധപ്പെടുന്നത് ഡെഫമേഷൻ ആൻഡ് കോസിംഗ് പബ്ലിക് മിസ്ചീഫ്. ഡെഫമേഷൻ എന്നാൽ അപകീർത്തിപ്പെടുത്തൽ, മിസ്ചീഫ് എന്നാൽ ദ്രോഹം, ദുഷ്ടത. കോസിംഗ് എന്നാൽ കാരണമാക്കുക, പബ്ലിക് മിസ്ചീഫിന് കാരണമാക്കുക, അതായത് പൊതുവായിട്ട് ദ്രോഹിക്കുക, പൊതുദ്രോഹം, കുഴപ്പം ഉണ്ടാക്കുക. ഈ ഡെഫമേഷൻ, അപകീർത്തിപ്പെടുത്തൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകളാണ്, കുറ്റകൃത്യങ്ങളാണ് മുമ്പ് പറഞ്ഞത്. 192 അതുപോലെ 296, 120. ഈ വകുപ്പുകൾ ചേർത്ത് പോലീസ് അദ്ദേഹത്തിന് എതിരായിട്ട് ഒരുപാട് സെക്ഷനുകൾ പ്രകാരം കേസെടുത്തു. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവനയിൽ, ടു ദ മീഡിയ ഓൺ ഓഗസ്റ്റ് 9 മീഡിയയോട് നടത്തിയ ഒരു പ്രസ്താവനയിൽ സിദ്ദീഖ് വിവരിച്ചു ദാറ്റ് ദി ഇൻക്രീസിംഗ് എന്നാൽ വർദ്ധിച്ചു വരുന്ന, ഇൻസിഡൻസ് എന്നാൽ സംഭവങ്ങൾ, അബ്യൂസിങ് ആക്ടേഴ്സ് നായകന്മാരെ, സിനിമയിൽ അഭിനയിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തൽ, യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള നടന്മാരെ അപകീർത്തിപ്പെടുത്തുന്നത് വർദ്ധിച്ചു വരുന്നു എന്ന് ഇദ്ദേഹം വിവരിച്ചു. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രൊംപ്റ്റ് എന്നാൽ അർത്ഥം
പ്രചോദിപ്പിക്കുക എന്നാണ് അർത്ഥം. പ്രോംപ്റ്റഡ് പ്രചോദിപ്പിച്ചു അവരെ, ഈ നടന്മാരെ എന്തിന്? ടു ടേക്ക് ലീഗൽ ആക്ഷൻ നിയമ നടപടികൾ എടുക്കാൻ. ദിസ് ടൈം ഈ സമയത്ത് എന്താണ്? വർദ്ധിച്ച് യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ നടന്മാരെ അപകീർത്തിപ്പെടുത്തൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ആ വർദ്ധിച്ചു വരൽ എന്താണ്? പ്രോംപ്റ്റഡ് പ്രചോദിപ്പിച്ചു അവരെ എന്തിന്? നിയമ നടപടികളിലേക്ക് നീങ്ങാൻ അവരെ ഈ സമയത്ത് പ്രചോദിപ്പിച്ചു. ചെകുത്താൻ ഇൻസൾട്ടഡ് ചെകുത്താൻ അപമാനിച്ചു മോഹൻലാലിനെ അപമാനിച്ചു. വെരി പേഴ്സണലി തികച്ചും വ്യക്തിപരമായി. ഹി വെന്റ് ദേർ അദ്ദേഹം അവിടേക്ക് പോയി. ഹി വെന്റ് അദ്ദേഹം പോയി. ദേർ അവിടേക്ക്, ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക്. ബിക്കോസ് കാരണം, അദ്ദേഹം പോയതിൻ്റെ കാരണം. ഹി ഈസ് എ പാർട്ട് ഓഫ് ദ ടെറിട്ടോറിയൽ ആർമി അദ്ദേഹം ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോയത്. ഇറ്റ് വാസ് എ നോബിൾ ആക്ട് നോബിൾ എന്നാൽ നീതിയുക്തമായ, ഉത്തമനായ, ഇതൊക്കെയാണ് അർത്ഥം. ഇതൊരു നീതിയുക്തമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആക്ട് എന്നാൽ പ്രവൃത്തി. നോട്ട് ഡൺ ഫോർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല. പബ്ലിസിറ്റി എന്നാൽ പ്രസിദ്ധി ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതല്ല. അദ്ദേഹം ആർമിയുടെ ഭാഗമാണ്, അത് കാരണമാണ് അദ്ദേഹം അവിടേക്ക് പോയത്. ആസ് എ പേഴ്സൺ ആൻഡ് എ കൊളീഗ് ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്ന നിലയിലും, ആൻഡ് ആസ് കൊളീഗ് എന്നാൽ സഹപ്രവർത്തകൻ, ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും, ഒരു വ്യക്തി എന്ന നിലയിലും. ഇറ്റ് വാസ് പെയിൻഫുൾ ഇത് വേദനാജനകമായതാണ്. ടു സീ കാണൽ സച്ച് അബ്യൂസ് ഡയറക്റ്റഡ് അറ്റ് മോഹൻലാലിന് നേർക്കുള്ള ഇത്തരത്തിലുള്ള വിമർശനം, അപകീർത്തിപ്പെടുത്തൽ ഒരു കൊളീഗ് എന്ന നിലയിലും, ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും, ഒരു വ്യക്തി എന്ന നിലയിലും വേദനാജനകമായതാണ്. ആക്ഷൻ വാസ് ടേക്കൺ ബൈ ദ പോലീസ് ആക്ഷൻ എന്നാൽ നടപടിയെടുക്കപ്പെട്ടു. പോലീസിനാൽ നടപടിയെടുക്കപ്പെട്ടു. പോലീസ് നടപടിയെടുത്തു. ബേസ്ഡ് ഓൺ അടിസ്ഥാനമാക്കി. ദ റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതപ്പെട്ട പരാതി അടിസ്ഥാനമാക്കിയിട്ട് പോലീസ് നടപടിയെടുത്തു. സിദ്ദീഖ് പറഞ്ഞു.